ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി കോക്കനട്ട് കുക്കീസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ഇത് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് മുട്ടയൊന്നും ചേർക്കാതെ നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൈദയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. പിന്നെ കുക്കീസിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബേക്കിംഗ് പൗഡർ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ബേക്കിംഗ് പൗഡറിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡയാണ് ഉള്ളത് വെച്ചാൽ അപ്പോൾ ഒരു 2 നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുക്കീസിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടിപ്പോയരുത്, ഒരേ ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 1/3 കപ്പാണ് ഉണ്ടാവുക, അതായത് 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിൽ. പിന്നെ ഈ ബട്ടർ എടുക്കുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും എടുക്കാം. ഇപ്പോൾ നെയ്യാണെങ്കിലും ബട്ടറാണെങ്കിലും ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ മുൻപൊക്കെ നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം ചേർക്കുക. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ ഈ വിസ്കിന് പകരം ഹാൻഡ് മിക്സർ എടുത്താലും മതി. എല്ലാവരുടെ കയ്യിലും ഹാൻഡ് മിക്സർ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ വിസ്ക് വെച്ചിട്ട് കാണിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് സമയം നമ്മൾ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിക്കുന്നതിന് മുൻപാണ് കേട്ടോ 1/2 കപ്പ്. പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ 1/2 കപ്പിലും കുറച്ച് കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പഞ്ചസാരയും ബട്ടറും കൂടിയിട്ട് നന്നായിട്ട് മിക്സായി വരണം. ആ രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ബട്ടറിൻ്റെ ഈ ഒരു മഞ്ഞ കളറൊക്കെ മാറി നല്ലൊരു വെള്ള കളറിൽ ഒരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും. അതുവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ പഞ്ചസാരയും ബട്ടറും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇത് വേണ്ടത്. ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അതുവരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുക്കീസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടിയാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ നമുക്കൊരു അരിപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടിയിട്ടുള്ള ഒരു മിക്സ് ഈ അരിപ്പ വഴി ഇതിലേക്ക് അരിച്ച് ചേർക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാനും പിന്നെ മൈദയിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ച് ചേർക്കുന്നത്. ഇനി ഈ മൈദ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കുക്കീസിന് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണിത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നാളികേരത്തിൻ്റെ പൗഡറാണിത്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും, പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഇത് വീട്ടിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നാളികേരം നമ്മൾ ആ ചിരട്ടയുടെ ഉള്ളിലത്തെ ബ്രൗൺ പാർട്ട് പെടാത്ത രീതിയിൽ ചിരകിയെടുക്കുക. ചിരകിയെടുത്തതിന് ശേഷം അതൊന്ന് വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ നാളികേരത്തിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാൻ പാടില്ല. ആ വൈറ്റ് കളറോട് കൂടിയിട്ട് തന്നെ നമുക്കിത് കിട്ടണം. നാളികേരത്തിലെ വെള്ളത്തിൻ്റെ അംശം മാത്രം ഒന്ന് പോകുന്ന രീതിയിൽ മാത്രം വറുത്തെടുക്കുക. എന്നിട്ട് ആ വറുത്തെടുത്തിട്ടുള്ള നാളികേരം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാവുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് കുഴച്ചെടുത്താൽ മതി. നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. അതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്കത് സ്മൂത്തായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ കുക്കീസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യണത് ഞാനിവിടെ 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. ഓവനിലും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓവനൊന്നും ഇല്ലാത്തവർക്കും ചെയ്യാവുന്ന രീതിയിൽ കടായിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന രീതിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ടിന്നിൽ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലിനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് ടിന്നിൽ ഗ്രീസ് ചെയ്തെടുത്താലും മതി. ഇനി മാവുന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ റോൾ ചെയ്തെടുക്കാൻ എളുപ്പത്തിൽ വേണമെങ്കിൽ ആദ്യം നമുക്ക് കയ്യിൽ കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് പരട്ടിയതിന് ശേഷം റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് 2 സൈഡും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗം ചെയ്താലും മതി. ഈ ഒരു രീതിയിൽ. എന്നിട്ട് ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടിന്നിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ആ മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടിന്നിൽ നമ്മൾ ഇതുപോലെ ഒരു 8 കുക്കീസിനുള്ള മാവാണ് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് ബേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് ഒന്നും കൂടി വലുതായി വരും. അപ്പോൾ അത് പരസ്പരം കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് മാവ് ബാക്കി വന്നിട്ടുണ്ട്, അത് നമ്മൾ കടായിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കടായിൽ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി വരുന്ന ഈ മാവും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ പ്ലേറ്റിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് രണ്ടും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവൻ നമ്മൾ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഓവനനുസരിച്ച് ഈ ഒരു ബേക്കിംഗ് ടൈമിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എനിക്കിവിടെ 30 മിനിറ്റ് എടുത്തിട്ടാണ് ഇത് കറക്റ്റായിട്ട് ബേക്കായി വന്നത്. അതായത് കുക്കീസിൻ്റെ മേൽഭാഗമൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് കിട്ടണം. അപ്പോൾ ഓരോരുത്തരുടെയും ഓവനനുസരിച്ച് നോക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കടായി പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് സമയമാണ് നമ്മളിത് ചൂടാക്കി എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല, ഇതുപോലെ തട്ട് മാത്രം വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങനെ ചൂടാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുക്കീസ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് മുൻപായിട്ട് ഓവനും കടായും നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. ഇനി ഈ പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കത് ഒരു 20 മിനിറ്റ് സമയം ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് ടൈമിനും നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിമിനനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതും നോക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുത്ത സമയത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. തൊട്ട് നോക്കുമ്പോഴൊക്കെ ചെറുതായിട്ടൊരു സോഫ്റ്റ്നെസ് തോന്നും. പക്ഷേ അത് കുഴപ്പമില്ല, നന്നായിട്ട് തണുത്ത് വന്നാൽ അത് കറക്റ്റായിട്ടുള്ളൊരു ടെക്സ്ചറിൽ തന്നെ ആയിക്കോളും. ഇപ്പം നമ്മുടെ കുക്കീസ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മേൽഭാഗമൊക്കെ നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗം അത് നല്ലൊരു കളറിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ കടായിൽ ബേക്ക് ചെയ്തെടുത്തത് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്ന അത്രയ്ക്ക് തന്നെ മേൽഭാഗമൊന്നും ബ്രൗൺ കളർ ആവില്ലെങ്കിലും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. ഇത് എടുത്തിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോഴും അത് ഉൾഭാഗം കുറച്ച് സോഫ്റ്റാണ്, എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കോക്കനട്ട് കുക്കീസിൻ്റെ അതേ ഒരു ടെക്സ്ചറൊക്കെ തന്നെയാണ് കിട്ടുക. അതുപോലെ നമ്മൾ കടായിൽ ബേക്ക് ചെയ്തെടുത്തതും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഇനി ബേക്കറിയിൽ നിന്നൊന്നും കുക്കീസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതേ ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോക്കനട്ട് കുക്കീസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്